ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ഏരിയ, ഡൈനിങ് ഏരിയ. അപ്പൊ ഞങ്ങൾ 4 പേരെ വീട്ടിലുള്ളൂ. കറക്റ്റ് 4 പേര് ഇരുന്നാൽ മതി. ഞങ്ങൾ വന്ന് എവിടെ ഇരിക്കും? നിങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഇരിക്കും, കഴിക്കുള്ളൂ. ആദ്യത്തെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അത് കണക്ട് ചെയ്തിട്ടുള്ള കിച്ചൺ, ഓപ്പൺ കിച്ചനോട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെ കുറച്ചുകൂടി സ്പേസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിനോട് കറക്റ്റ് അല്ലെ, അഡ്ജസ്റ്റ് ആവാതെ ടേബിൾ അതിനോട് ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിലേക്കും വൈറ്റ് ടേബിൾ ടോപ്പ് വൈറ്റ് മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെ അല്ലേ, എവിടെ നോക്കി കളിച്ചിട്ട് വൈറ്റ് ഒക്കെ വേണം. അതെ, വൈറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നും വൃത്തിയാക്കാൻ നോക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കാണുന്നതിൽ ഏറ്റവും മെയിൻ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം സ്റ്റെയർ കേസ് ഇങ്ങനെ കൊടുത്തു എന്നുള്ള സംഭവം. അത് കൈയടിക്കേണ്ടതാണ് സ്റ്റെയർ കേസ്. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ട്, എന്റെയും ഫേവറേറ്റ് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് ഞാൻ ഒരു വേറൊരു പ്രമുഖ ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ കണ്ടിട്ട് അതുപോലെ അത് ഓൾറെഡി ആ സമയത്ത് ട്രെൻഡ് ആയിരുന്നു. ചെയ്തപ്പോ പിന്നെ അവർക്ക് ഗ്ലാസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പകരം ഗ്ലാസിന് പകരം അവിടെ എന്തോ ശരിക്കും ഇതൊരു വുഡൻ ഫിനിഷിൽ കൊടുത്തു, പക്ഷെ വുഡ് അല്ല രീതിയിലേക്ക്. പക്ഷെ ഇത് വുഡാണ്, ഇതിൽ വുഡാണ്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റഡ് ആണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ലൈറ്റിംഗ് ഭയങ്കരമായിട്ട് വരുന്നു. പറഞ്ഞില്ലേ, വെളിച്ചം വേണം. ഇപ്പൊ വെളിച്ചം എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ആ സ്പേസ് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ വാഷ് ബേസിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് നല്ല രീതിയിലേക്ക് ഒരു ചെറിയ വാഷ് ബേസ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഞാൻ അധികം കേറാത്ത സ്ഥലം എന്ന് നിങ്ങൾ പറയുമെങ്കിൽ എനിക്ക് അവിടെ ഇപ്പോൾ എന്റെ എല്ലാം പ്രിയപ്പെട്ട എന്റെ ഉമ്മയുണ്ട്, വരുന്നുണ്ട്. ഏറ്റവും നമസ്കാരം. എന്താ പരിപാടി ഇവിടെ? അതെ, ആദ്യത്തെ മര്യാദയിൽ ഞങ്ങള് റോഹന് വേണ്ടിയിട്ട് നല്ല സ്ക്വാഷ് കലക്കിയിട്ടുണ്ട്. സ്ക്വാഷ് അല്ലേ, ഉമ്മയുടെ സ്പെഷ്യൽ എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, ചിക്കൻ കറിയും നെത്തോലി, ചാള, മത്തിക്കറി, പുളി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന മീൻകറി മൊളീഷൻ എന്ന് പറയും. അത് കാസർഗോഡുള്ളത് മൊളീഷ് എന്ന് പറയും. അടിപൊളി. എനിക്ക് പിന്നെ നമ്മൾ ഇഷ്ടം നെത്തോലി, ഭയങ്കര ഇഷ്ടമാണ്. നെത്തോലി ഉമ്മിയ വെക്കുന്ന തന്നെ വെക്കണം. ഉമ്മിയാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഉമ്മിയ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭയങ്കര ലൂസ് അല്ല, എന്നാൽ ഭയങ്കര ഡ്രൈയും അല്ല. അത് ഭയങ്കര ഒരു മിനിമൽ ഒരു ഫോമില് സാധനം വെക്കും. ഭയങ്കര ടേസ്റ്റ്. അതെ അതെ.